പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പഴയൊരു നിയമവിദ്യാർത്ഥിയുടെ കഥയുണ്ട്. അധ്യാപകനോട് പഠിക്കാൻ പണമില്ല എന്ന് അവൻ പറഞ്ഞു. പഠിച്ചു ജയിച്ച് ആദ്യത്തെ കേസ് ജയിക്കുമ്പോൾ ഫീസ് മുഴുവൻ തരാം. അധ്യാപകൻ സമ്മതിച്ചു. പഠനം പൂർത്തിയാക്കി കാലമേറെ കഴിഞ്ഞിട്ടും ശിഷ്യൻ വാക്കുപാലിക്കുന്ന മട്ടില്ല. പണം കിട്ടാതെ സഹികെട്ട അധ്യാപകൻ ഒടുവിൽ കോടതിയിൽ ശിഷ്യനെതിരെ കേസ് കൊടുത്തു. അധ്യാപകനും വിദ്യാർത്ഥിയും എതിർഭാഗങ്ങൾ വാദിക്കാനെത്തി. അധ്യാപകൻ പറഞ്ഞു, ഈ കേസ് ഞാൻ ജയിച്ചാൽ അവൻ എനിക്ക് കുടിശ്ശികയായ ഫീസ് തരണം. ഇനി ഞാൻ കേസിൽ തോറ്റെന്നിരിക്കട്ടെ, അപ്പോൾ അവൻ ജയിക്കും. കരാറനുസരിച്ച് അപ്പോഴും അവൻ എനിക്ക് പണം തന്നേ തീരൂ. എങ്ങനെ വന്നാലും എനിക്ക് പണം കിട്ടിയതു തന്നെ. ബുദ്ധിശാലിയായ ശിഷ്യന്റെ യുക്തി നേരെ വിപരീതമായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ കേസ് ജയിച്ചാൽ സാറിന് പണം കൊടുക്കേണ്ട. ഈ പണം കൊടുക്കുന്നതിനെപ്പറ്റി മാത്രമുള്ള കേസാണല്ലോ ഇത്. ഇനി ഞാൻ തോറ്റാലോ? പണം കൊടുക്കേണ്ടതേയില്ല. എന്തെന്നാൽ ഞാൻ ആദ്യ കേസ് പോലും ജയിച്ചിട്ടില്ലല്ലോ. കേൾക്കുമ്പോൾ രണ്ടും ശരിയാണെന്ന് തോന്നിക്കുന്നു. രണ്ടു വാദങ്ങളിലും വൈകല്യങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ഇത്തരം കുയുക്തികളുടെ കെണിയിൽ ചിലപ്പോൾ വീണുപോകാമെന്നതിനാൽ നാം കരുതിയിരിക്കണം. പരസ്യക്കാരും മറ്റും നമ്മെ കുടുക്കാൻ ഇത്തരം വാദങ്ങൾ സമർത്ഥമായി പ്രയോഗിച്ചെന്നിരിക്കും. പണിക്കൂലി കൂടാതെ ആഭരണം തരും, സ്വർണ്ണവില മാത്രം കൊടുത്താൽ മതിയെന്ന മട്ടിലുള്ള പരസ്യം ഇന്നുമുണ്ടല്ലോ. അങ്ങനെ എല്ലാവർക്കും വിൽക്കുക അസാധ്യമാണെന്ന് കണക്കറിയാവുന്ന ആരും പറയും. ഒരു സാധനം വാങ്ങിയാൽ മറ്റൊന്ന് സൗജന്യമെന്ന് കേൾക്കുമ്പോൾ രണ്ടിൻ്റെയും വില ആദ്യത്തേതിൽ ഉൾപ്പെടുത്തി കാണുമെന്ന് ഊഹിക്കാം. ആദ്യം കേൾക്കുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസിദ്ധമായ ഒരു വൈരുദ്ധ്യമുണ്ട്. ഗ്രീക്ക് ദാർശനികനും ഗണിതശാസ്ത്രജ്ഞനുമായ സീനോ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് കരുതി വരുന്നു. വലിയ ഓട്ടക്കാരനായ അക്കിലിസും ഒരു ആമയുമായി ഓട്ടപ്പന്തയത്തിലേർപ്പെടുകയും ആമ ആദ്യം ഓട്ടം തുടങ്ങി മുന്നിലായിരിക്കുകയും ചെയ്താൽ അക്കിലിസിന് ഒരിക്കലും ആമയെ മറികടക്കാൻ കഴിയില്ല. സീനോയുടെ വാദം ഏതാണ്ട് ഇങ്ങനെ: ആമ 1 കിലോമീറ്റർ മുന്നിലാണെന്ന് കരുതുക. അക്കിലിസ് ഈ 1 കിലോമീറ്റർ ഓടിയെത്തുമ്പോൾ ആമ ഉദ്ദേശം 10 മീറ്റർ നീങ്ങി മുന്നേറിയെന്നും കരുതുക. അക്കിലിസ് ഈ 10 മീറ്റർ ഓടിയെത്തുമ്പോഴേക്ക് ആമ അല്പദൂരം കൂടി മുന്നിലേക്ക് നീങ്ങിയിരിക്കും. ഈ ചെറുദൂരം അക്കിലിസിന് ഓടുന്ന നേരം കൊണ്ട് ആമ പിന്നെയും അല്പം കൂടി മുന്നിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കും. ഇതിങ്ങനെ എത്ര തവണ ആവർത്തിച്ചാലും ആമ തെല്ലെങ്കിലും മുന്നിലായിരിക്കുമെന്നാണ് വാദം. ഇത് സത്യത്തിൽ അസംബന്ധമാണെന്ന് നമുക്കറിയാം. പക്ഷേ കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നിക്കും. കണക്കു പഠിച്ചവർ ഇതിലെ പിശക് പറഞ്ഞു തരും. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 എന്നിങ്ങനെ അനന്തമായി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വില 1 ആയിത്തീരും. ഇതുപോലെ ആമ ഇഴയുന്ന ദൂരങ്ങളുടെ തുക ഒടുവിൽ നിയതമായ ഒരു മൂല്യത്തിലെത്തും. അക്കിലിസ് ആമയെ മറികടക്കുകയും ചെയ്യും. പലരുമായി ഇടപെടുമ്പോൾ നമ്മെ കുഴക്കുന്ന യുക്തിയുമായി വരുന്നവരെ തിരിച്ചറിയാനും ശരിയായ യുക്തി പ്രയോഗിക്കാനുമുള്ള പ്രായോഗിക ബുദ്ധി നാം ആർജിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.